നമസ്കാരം. താളുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റുമായ OV വിജയൻ്റെ കടൽ തീരത്ത് എന്ന കഥയാണ് ഇന്ന് താളുകളിൽ. കേൾക്കാം. കടൽ തീരത്ത്. വെള്ളായപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയർന്നു. അപ്പുറത്ത് അമ്മിണിയുടെ വീട്ടിലും അതിനപ്പുറത്ത് മുത്തുരാവുവിൻ്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി വിഷാദവാന്മാരായി. ആ വീടുകൾക്കുമപ്പുറത്ത് പാഴുതറയിലെ അമ്പത്തിൽ ചില്വാനം കുടിലുകളിലത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. വെള്ളായിയപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. വെള്ളായിയപ്പൻ്റെ കൂടെ തീവണ്ടി കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മിണിയേടത്തിയും മുത്തുവണ്ണനും നാഗേച്ചനും കോമ്പിപ്പൂ വാശാരിയും പിന്നെ പാഴുതറയിലുള്ളവരത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു. കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിന് വേണ്ടിയായിരുന്നു. വെള്ളായിയപ്പൻ കുടിയിരിപ്പുകൾ വിട്ട് നെടുവരമ്പരത്തൂടെ പാടം മുറിച്ച് നടന്നു. പിന്നിൽ നിലവിളി അകന്നു ശമിച്ചു. ഇപ്പോൾ നെടുവരമ്പം വിട്ട് വെള്ളായിയപ്പൻ പറമ്പിലേക്ക് കയറി. പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടുപോകുന്നു. ദൈവങ്ങളെ, തമ്പിരാന്മാരെ, വെള്ളിയപ്പൻ വിളിച്ചു. ചവിട്ടടിപ്പാതയ്ക്കിരുവശവും നിന്ന് കരിമ്പനകളിൽ കാറ്റ് പിടിച്ചു. പട്ടങ്ങളിൽ കാറ്റിരമ്പുന്നത് വെള്ളായിയപ്പന് അന്നാദ്യമായി അപരിചിതമായി തോന്നി. പനമ്പട്ടകൾ സംസാരിക്കുന്നത് പോലെ, പനമ്പട്ടകളിൽ ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ. തുവർത്തിൽ കെട്ടിയ പൊതിച്ചോറിൻ്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടി. തൻ്റെ കോടച്ചി ഈ പൊതിച്ചോറ് കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണീർ വീഴ്ത്തിയിരിക്കണം. കണ്ണുനീരിൻ്റെ ഓതം തോർത്തിൻ്റെ കെട്ടിലൂടെ കുതിർന്ന് പിടിക്കുന്നു. തീവണ്ടി ആപ്പീസെത്താൻ ഇനിയും 4 കല്ല് നടക്കണം. കുറച്ചു നടന്നപ്പോൾ കുട്ടിയസ മാപ്പിള എതിരെ വരുന്നു. കുട്ടിയസന്മാർ പിള്ള ആദരവോടെ മഴിമാറി നിന്നു. വെള്ളായിസേ, മാപ്പിള പറഞ്ഞു. മരയ്ക്കാരെ, വെള്ളായിയപ്പൻ പ്രതിവചിച്ചു. അത്രമാത്രം. 2 വാക്കുകൾ, പേരുകൾ. എന്നാൽ ആ വാക്കുകളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംസാര പരമ്പരങ്ങൾ അടങ്ങിയത് വെള്ളായിയപ്പനും കുട്ടിയസൻ മാപ്പിളയും അറിഞ്ഞു. മരയ്ക്കാരെ, നിങ്ങൾക്ക് ഞാൻ 15 റുപ്പിക കടം വീട്ടാനുണ്ട്. അല്ല, 15 റുപ്പികയും 4 അണയും. വെള്ളായി, ഈ യാത്രയിൽ അതിനെക്കുറിച്ച് ഓർക്കരുത്. മരയ്ക്കാരെ, ഇനി ഒരിക്കലും എനിക്കത് വീട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല. വീടാത്ത കടങ്ങൾ പടച്ചവൻ സൂക്ഷിപ്പുകളാണ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എൻ്റെ ഉള്ളു പൊള്ളുന്നു, എൻ്റെ പ്രാണൻ പറയുന്നു. പടച്ചവൻ തുണയ്ക്കട്ടെ, മുത്തുനബി തുണയ്ക്കട്ടെ, നിൻ്റെയും എൻ്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ. കരിമ്പന പട്ടങ്ങളിലെ ദൈവം കാറ്റ് സാന്ദ്രമാക്കി. കുട്ടിയസൻ മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായിയപ്പൻ യാത്ര തുടർന്നു. ഇനിയും 4 കല്ല് നടക്കണം. വഴിയിൽ പിന്നെയും ഒരഭിമുഖം. നീലിമണ്ണാത്തി. അലക്കിയ തുണികളുടെ കെട്ട് ചുമരിൽ താങ്ങി എതിരെ വന്ന നീലി വഴിമാറി നിന്നു. വെള്ളായിച്ചോ, അവൾ പറഞ്ഞു. അത്രമാത്രം. നീലിയെ, വെള്ളായിയച്ചൻ പറഞ്ഞു. അത്രമാത്രം. 2 വാക്കുകൾ മാത്രം. 2 വാക്കുകൾക്കുമിടയിൽ സാന്ത്വനത്തിൻ്റെ നിറവ്. വെള്ളായിയപ്പൻ നടന്നു. ചവിട്ടടിപ്പാത വെട്ടുവഴിയിൽ ചേർന്നു. വെള്ളായിയപ്പൻ വെട്ടുവഴികളിലൂടെ നടന്നു. വെട്ടുവഴി പുഴയിലേക്കിറങ്ങി. പുഴ കടന്ന് മേടു കയറിയാൽ പിന്നെ തീവണ്ടി ആപ്പീസിലേക്കുള്ള വഴിയാണ്. പുഴമണലിൽ നിന്ന് വെള്ളായിയപ്പൻ പുഴവെള്ളത്തിലേക്കിറങ്ങി. കാൽവണ്ണയെ തഴുകിക്കൊണ്ട് പരൽ മീനുകളെ പേറിക്കൊണ്ട് പുഴ ഒഴുകി. പുഴയുടെ നടുക്കെത്തിയപ്പോൾ കുളിയുടെ അനുഭവം വെള്ളായിയപ്പനെ തളർത്തി. അപ്പൻ്റെ ശവത്തെ കുളിപ്പിച്ചത്, മകനെ അവൻ്റെ കുട്ടിക്കാലത്ത് കുളത്തിൽ കുളിപ്പിച്ചത്, ഇളം ചൂടുള്ള വെള്ളം, അതൊക്കെയും ഓർമ്മിപ്പിച്ചു.
പുഴ കടന്ന് അപ്പുറത്തെ മേട് കയറുവോളം വെള്ളായിയപ്പൻ കരഞ്ഞു. തീവണ്ടി ആപ്പീസ് എത്തിയ വെള്ളായിയപ്പൻ ചീട്ട് വാങ്ങുന്നിടത്ത് വരിയിൽ നിന്നു. ഉടുമുണ്ടിൻ്റെ കോന്തയച്ച് പണം പുറത്തെടുത്തു. കണ്ണൂര്, വെള്ളായിയപ്പൻ പറഞ്ഞു. ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി ജനലിലൂടെ പുറത്തേക്കിട്ടപ്പോൾ യാത്രയിൽ ഒരു ഘട്ടം താണ്ടിയതുപോലെയായി വെള്ളായിയപ്പന് തോന്നി. ചീട്ടിനെ മുണ്ടിൻ്റെ കോന്തലയിൽ കെട്ടി വെള്ളായിയപ്പൻ പടവ് കയറി പ്ലാറ്റ്ഫോമിലെത്തി. ബെഞ്ചിൽ വണ്ടിക്കായി കാത്തിരിപ്പ് തുടങ്ങി. അകലെ സൂര്യൻ താഴ്ന്നു. ഇരുന്നു തുടങ്ങുന്ന കരിമ്പനകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്ന് കൂടുപറ്റുന്നു. മുണ്ടകപ്പാടത്തിൻ്റെ വരമ്പത്ത് തൻ്റെ ചെറുവിരലിൽ പിടിച്ചുകൊണ്ട് അസ്തമയത്തിലെ പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട മകനെ വെള്ളായിയപ്പൻ ഓർത്തു. അസ്തമയത്തിലൂടെ പാടത്തേക്കിറങ്ങി നടക്കുന്ന സ്വന്തം അപ്പനെ ഓർത്തു. 2 ചിത്രങ്ങൾ, അവക്കിടയിൽ 2 പേരുകളിലെന്ന പോലെ, 2 വാക്കുകൾക്കിടയിലെന്ന പോലെ എന്തിൻ്റെയൊക്കെയോ നിറവ്. ബെഞ്ചിൽ ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്ത് വന്നിരുത്തുറപ്പിച്ച ഒരു കാരണവർ ചോദിച്ചു, കോയമ്പത്തൂർക്കാണോ? കണ്ണൂർക്ക്, വെള്ളായിയപ്പൻ പറഞ്ഞു. ഞാന് കോയമ്പത്തൂർക്കാണ്. ഓ, കണ്ണൂർ വണ്ടി 10 മണിയാകും. ഓ, കണ്ണൂരെന്താ പണി? വിജയിച്ചൊന്നുമില്ല, വെറുതെ പുഗാണ്. അപരിചിതൻ്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായിയപ്പൻ്റെ കഴുത്തിൽ ചുറ്റിമുറുകി. പാഴുതറയുടെ നെടുവരമ്പത്ത് കടന്നാൽ ലോകം മുഴുവൻ അപരിചിതമാണ്. അപരിചിതരുടെ താൽപ്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളുമാണ്. കോയമ്പത്തൂരിലേക്കുള്ള വണ്ടി നേരത്തെ വരുകയാൽ ബെഞ്ചിന് സമീപത്തിരുന്ന കാരണവർ എഴുന്നേറ്റുപോയി. വെള്ളായിയപ്പൻ തനിച്ചായി. ചോറ് പൊതി അഴിക്കാൻ തോന്നിയില്ല. തുവർത്തിലൂടെ പുറത്തേക്ക് കുതിർന്ന അതിൻ്റെ നനവിൽ കൈവച്ചുകൊണ്ട് വെള്ളായിയപ്പൻ ഇരുന്നു. ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി. ഉറക്കത്തിൽ കിനാവ് കണ്ടു. കിനാവിൽ വെള്ളായിയപ്പൻ പറഞ്ഞു, കണ്ടുണ്ണിയേ മകനെ. തീവണ്ടിയുടെ ചീറ്റലും നടുക്കവും വെള്ളായിയപ്പനെ ഉണർത്തി. വെള്ളായിയപ്പൻ തപ്പിപ്പിടഞ്ഞെഴുന്നേറ്റു. മുണ്ടിൻ്റെ കോന്തലിലെ ചീട്ട് അവിടെ തന്നെയുണ്ടോ എന്ന് നോക്കി നിജം വരുത്തി. പതുക്കെ വണ്ടിയിലേക്ക് നടന്നു. ഒഴിവ് കണ്ടിടത്ത് കയറാൻ തുടങ്ങി. ഇത് 1-ാം ക്ലാസ്സാണ് കാർന്നോരെ. തന്നെ? അപ്പുറത്തെ പെട്ടിയിൽ. റിസർവ്ഡ് ആണ്. തന്നെ? അപ്പുറത്ത് നോക്കിക്കോളൂ കാർന്നോരെ. അപരിചിതരുടെ സ്വരങ്ങൾ. ഒടുവിൽ ഒരു പെട്ടിയിൽ കയറിക്കൂടി. ഇരിക്കാനിടമില്ല, പിടിച്ചു നിൽക്കാം. ഞാൻ നിന്നുകൊള്ളാം. എനിക്കുറങ്ങേണ്ട. ഈ രാത്രിയിൽ എൻ്റെ മകൻ ഉറക്കമിഴയ്ക്കുന്നു. തീവണ്ടിയുടെ താളം നിലം മാറുന്നതനുസരിച്ച് അതിൻ്റെ താളഭേദം, വഴിവിളക്കുകൾ, പുഴമണൽത്തിട്ടുകൾ, മരങ്ങൾ. വളരെ മുമ്പൊരു കാലത്ത് തീവണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ളതാണ്. പകലിൻ്റെ വെളിച്ചത്തിൽ. ഇത് രാത്രി വണ്ടിയാണ്. മങ്ങിയ ചിത്രങ്ങൾ പതിച്ച ചുമരുകളുള്ള ഒരു തുരങ്കത്തിലൂടെ അത് പായുന്നു. കണ്ണൂരെത്തിയപ്പോൾ നേരം പുലർന്നിരിക്കുന്നു. അപ്പോഴും കെട്ടഴിക്കാതെ പൊതിച്ചോറ് കയ്യിലിരിപ്പുണ്ട്. ഗേറ്റിൽ ചീട്ട് തിരിച്ചു കൊണ്ടു നോക്കുമ്പോൾ വെള്ളായിയപ്പൻ പുറത്തു കടന്നു. ആകാശത്തിൻ്റെ ഇരുട്ടിൽ അകലെ എവിടെയോ വിടരുന്ന പുലരിയുടെ സൂചന. തീവണ്ടി ആപ്പീസിൻ്റെ മുറ്റത്ത് കൂട്ടം തട്ടി നിന്ന കുതിരവണ്ടിക്കാർ വണ്ടി വേണോ എന്ന് വെള്ളായിയപ്പനോട് ചോദിച്ചു. വെള്ളായിയപ്പൻ ചോദിച്ചു, ജയിലിലേക്ക് ഏതിയാണ് വഴി? ആരോ ചിരിച്ചു. ഇതാ ഒരു കിഴവൻ നേരം പുലരുന്നതിന് മുമ്പ് ജയിലിലേക്കുള്ള വഴി തേടുന്നു. വീണ്ടും ആരോ ചിരിച്ചു. കാരണവരെ, കട്ടാൽ മതി, ജയിലെത്തിച്ചേരും. അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിനു ചുറ്റും പിരിഞ്ഞു മുറുകി. വെള്ളായിയപ്പന് ശ്വാസം മുട്ടി. അവസാനം ആരോ വഴി പറഞ്ഞു കൊടുത്തു. വെള്ളായിയപ്പൻ നടന്നു. കാക്ക കരച്ചിലോടെ മുകളിൽ പതുക്കെ ആകാശങ്ങൾ തെളിഞ്ഞു. ജയിലിൻ്റെ പടിക്കൽ പാറാവുകാരൻ വെള്ളായിയപ്പനെ തടഞ്ഞു. എങ്ങട്ടായി രാവിലെ?
വെള്ളായപ്പൻ വെങ്ങി. ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അയാൾ പാറാവുകാരൻ്റെ മുമ്പിൽ നിന്നു. എന്നിട്ട് പതുക്കെ മുണ്ടിൻ്റെ കോന്തലയഴിച്ച് മഞ്ഞ നിറത്തിലുള്ള ഒരു കടലാസ് പുറത്തെടുത്തു. കടലാസ് ചുരുണ്ട് അലങ്കോലമായിരുന്നു. എന്താ അത്? പാറാവുകാരൻ ചോദിച്ചു. വെള്ളായപ്പൻ കടലാസ് പാറാവുകാരനെ ഏൽപ്പിച്ചു. പാറാവുകാരൻ കടലാസിലേക്ക് നോക്കിയില്ല. വെള്ളായപ്പൻ പറഞ്ഞു, എൻ്റെ കുട്ടി ഇവിടെ ഉണ്ട്. ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത്? പാറാവുകാരൻ പരുക്കമായി പറഞ്ഞു. ആപ്പീസ് തുറക്കട്ടെ. ഏതോ ശീലത്തിൻ്റെ സ്വാധീനത്തിൽ പാറാവുകാരൻ കടലാസ് നിവർത്തി നോക്കി. പാറാവുകാരൻ്റെ മുഖം പൊടുത്തനെ കനിവുള്ളതായി. നാളെയാണ് അല്ലേ? പാറാവുകാരൻ പറഞ്ഞു. എനിക്ക് പിടിയില്ല, വെള്ളായപ്പൻ പറഞ്ഞു. കടലാസിൽ എന്താണ് എഴുതിയിരിക്കണമെന്നാവോ? പാറാവുകാരൻ കടലാസിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു വായിച്ചു. അതെ, നാളെ രാവിലെ 5 മണിക്ക്, അയാൾ പറഞ്ഞു. വെള്ളായപ്പൻ്റെ കണ്ണുകൾ വിടർന്നു. അവയിൽ അന്താളിപ്പ് നിറഞ്ഞു. തന്നെ? വെള്ളായപ്പൻ പറഞ്ഞു. കാർന്നോരെ ഇവിടെ ഇരിക്കൂ. ഓ. ജയിലിൻ്റെ ഉമ്മറത്തെ ചാരുപടിയിൽ വെള്ളായപ്പൻ ഇരുന്നു. അമ്പലത്തിലെ നട തുറക്കാൻ കാത്തിരിക്കുന്നത് പോലെ. കാർന്നോർക്ക് ചായയോ മറ്റോ വേണോ? വേണ്ട. എൻ്റെ മകൻ ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഉറങ്ങാതെ ഉണർന്നിട്ടുണ്ടാവില്ല. ഉണരാതെ അവന് ചായ കുടിക്കാൻ മനസ്സ് വരുന്നതെങ്ങനെ? വെള്ളായപ്പൻ്റെ കൈപ്പടം പൊതിച്ചോറിലമർന്നു. മകനെ, ഈ പൊതിച്ചോറ് നിൻ്റെ അമ്മ എനിക്ക് വേണ്ടി പൊതിഞ്ഞതാണ്. യാത്രയിൽ ഞാൻ അത് കഴിക്കാതെ ഇവിടെ വരെ എത്തിച്ചു. ഇനി നിനക്കു തരാൻ എൻ്റെ കയ്യിൽ ഇതുമാത്രമേ ഉള്ളൂ. തുവർത്തിനകത്ത് കെട്ടഴിക്കാതെ കിടന്ന പാതയം പുളിച്ചു. നേരം പതുക്കെ പതുക്കെ വെളുത്തു. നേരം പതുക്കെ പതുക്കെ കനച്ചു. ആപ്പീസ് തുറന്നു. ആളുകൾ മേശകൾക്കു പിറകിൽ സ്ഥലം പിടിച്ചു. പാറാവുകാരൻ കവാത്ത് നടത്തി. തടവറ സജീവമായി. മേധാവികൾ കടലാസ് പരിശോധിക്കുന്നു. മേധാവികൾ ഉത്തരവിടുന്നു. ഉത്തരവുകളുടെ അപരിചിത സ്വരങ്ങൾ, വിദ്വേഷവും നിന്ദയും പകയുമില്ലാത്ത കുരുക്കുകൾ. അവ ചുറ്റിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നു. വെയിലിന് ചൂട് കൂടുന്നു. ഇവിടെ കാത്തിരിക്കൂ. വെള്ളായപ്പൻ കാത്തിരുന്നു. നീണ്ട കാത്തിരിപ്പിനു ശേഷം ഒരു പാറാവുകാരൻ വെള്ളായപ്പനെ തടവറയുടെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വെയിലിൻ്റെ ചൂടറിയാത്ത തണുത്ത ഇടനാഴികൾ. ഇതാ ഇവിടെയാണ്. ഇരുമ്പഴിക്ക് പിന്നിൽ കണ്ടുണ്ണി നിന്നു. അപരിചിതനെ പോലെ കണ്ടുണ്ണി വെള്ളായപ്പനെ നോക്കി. സാധനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാനാവാത്ത മനസ്സിൻ്റെ മറ. പാറാവുകാരൻ അഴിവാതിൽ തുറന്ന് വെള്ളായപ്പനെ അകത്തു പ്രവേശിപ്പിച്ചു. അച്ഛനും മകനും നേരിനോട് നേരായി തെല്ലിട നേരം നിന്നു. പിന്നെ വെള്ളായപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു. കണ്ടുണ്ണി ശ്രവണത്തിനപ്പുറത്തുള്ള ഒരു സ്ഥായിയിൽ നിലവിളിച്ചു. വെള്ളായപ്പൻ കരഞ്ഞു വിളിച്ചു, മകനെ. കണ്ടുണ്ണി മറുവിളി വിളിച്ചു, അപ്പ. 2 വാക്കുകൾ മാത്രം. 2 വാക്കുകൾക്കിടയിൽ ദുഃഖത്തിൽ, മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി. മകനെ, നീ എന്തു ചെയ്തു? എനിക്കോർമ്മയില്ല അപ്പ. മകനെ, നീ കൊലപാതകം നടത്തിയോ? എനിക്കോർമ്മയില്ല. സാരമില്ല മകനെ, ഇനി ഒന്നും ഓർക്കേണ്ടതില്ല. പാറാവുകാർ ഓർമ്മിപ്പിക്കുമോ? ഇല്ല മകനെ. അപ്പൻ എൻ്റെ വേദന ഓർക്കുമോ? ഉച്ചസ്ഥായിയിലുള്ള നിശബ്ദമായ നിലവിളി. അപ്പ, എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ. 2 വാക്കുകൾക്കിടയിൽ ഒരു വിനിമയമത്രയും. കാർന്നോരെ, പുറത്തു വരൂ, സമയം കഴിഞ്ഞു. വെള്ളായപ്പൻ പുറത്തു വരുന്നു. അയാൾക്കു പിന്നിൽ ഇരുമ്പഴി വാതിൽ അടഞ്ഞിരിക്കുന്നു. നീങ്ങുന്ന തീവണ്ടി മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുപോലെ ഇരുമ്പഴിയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അപരിചിതനായി കണ്ടുണ്ണി നിന്നു.
അവസാനത്തെ തിരിഞ്ഞു നോട്ടത്തിൻ്റെ ശ്രദ്ധാഞ്ജലിയോടെ വെള്ളായിയപ്പൻ നടന്നകന്നു. ജയിലിൻ്റെ പരിസരങ്ങളിൽ വെള്ളായിയപ്പൻ അങ്ങുമിങ്ങുമായി കാത്തുകിടന്നു. സൂര്യൻ ഉച്ചിയിലെത്തി. നേരം താണു. ഈ രാത്രിയിൽ കണ്ടുണ്ണി ഉറങ്ങുമോ? രാത്രി പിന്നിടുന്നു. മതിലുകൾക്കകത്ത് കണ്ടുണ്ണി ജീവിക്കുന്നു. പുലർച്ചയ്ക്ക് മുമ്പ് കൊമ്പുവിളികൾ മുഴങ്ങുന്നത് വെള്ളായിയപ്പൻ കേട്ടു. അത് വധശിക്ഷയുടെ ചടങ്ങാണെന്ന് വെള്ളായിയപ്പൻ അറിഞ്ഞിരുന്നില്ല. രാവിലെ 5 മണിക്കാണെന്ന് അവർ പറഞ്ഞിരുന്നു. കയ്യിൽ ഘടികാരമില്ലെങ്കിലും ഒരു കർഷകൻ്റെ ജന്മസിദ്ധിയിലൂടെ വെള്ളായിയപ്പൻ സമയമറിഞ്ഞു. ഒരു പേറ്റിച്ചിയെപ്പോലെ തൻ്റെ മകൻ്റെ ദേഹത്തെ വെള്ളായിയപ്പൻ പാറാവുകാരനെന്ന് ഏറ്റുവാങ്ങി. കാരണവർക്ക് താൽപ്പര്യമുള്ള പോലെ സംസ്കരിക്കാം. വേണ്ട, എനിക്ക് താൽപ്പര്യമില്ല. ശവത്തിൻ്റെ ചുമതല നിങ്ങൾ ഏൽക്കുന്നില്ലേ? യജമാനന്മാരെ, എൻ്റെ കയ്യിൽ പണമില്ല. ഉന്തുവണ്ടിയുടെ പിറകെ തോട്ടികളുടെ കൂടെ വെള്ളായിയപ്പൻ നടന്നു. പട്ടണത്തിന് പുറത്തുള്ള വെളിനിലങ്ങൾക്ക് മുകളിൽ കഴുകന്മാർ ചുറ്റിപ്പറന്നു. മണ്ണു മൂടുന്നതിന് മുമ്പ് കണ്ടുണ്ണിയുടെ മുഖം വെള്ളായിയപ്പൻ ഒരു നോക്ക് കണ്ടു. ആ നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ചു. വെള്ളായിയപ്പൻ വെയിലത്ത് അലഞ്ഞു നടന്ന് കടപ്പുറത്തെത്തി. ആദ്യമായി കടൽ കാണുകയാണ്. കൈപ്പടങ്ങൾ എന്തോ നനഞ്ഞു കുതിരുന്നു. കോടച്ചി കെട്ടിത്തന്ന പൊതിച്ചോറാണ്. വെള്ളായിയപ്പൻ പൊതിയഴിച്ചു. വെള്ളായിയപ്പൻ അന്നം നിലത്തേക്കെറിഞ്ഞു. ബെയിലിൻ്റെ മുകൾ തട്ടിലെ എവിടെയോ നിന്ന് ബലിക്കാക്കകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു. കടൽ തീരത്ത് OV വിജയൻ. നന്ദി.